ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ടോപ്പിക്കിന് മുമ്പായിട്ട് ഐ ആം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും മാക്സിമം ഡെമോയ്ക്കകത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഏതെങ്കിലും ഒരു ഒരു പാറ്റേണോ അതല്ല ഒരു ഷുവർ ഷോട്ടോ എന്തെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങൾക്കതൊരു അഡ്വൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം വേണം നിങ്ങൾ അത് ലൈവ് അക്കൗണ്ടിൽ ട്രൈ ചെയ്യാൻ. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നവംബർ 1 തീയതി നവംബർ 1 ആക്ച്വലി നമ്മുടെ ക്യോടെക്സിൻ്റെ ഒരു ആൽഗോരിതം ചേഞ്ചിങ് ഉണ്ടായത്. ആൽഗോരിതം ചേഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ്, അതായത് ഏതൊരു ബ്രോക്കർ ആയാലും പ്രോഫിറ്റ് കുറയുമ്പോഴത്തേക്കും അവരുടെ ആൽഗോരിതം കുറച്ച് ചേഞ്ചസ് ഉണ്ടാകും. അവർക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നത് വെച്ചാൽ അത് നമ്മളുടെ ലോസ് ആണ് ആക്ച്വലി അവരുടെ പ്രോഫിറ്റ്. അപ്പം നമ്മളുടെ ലോസ് ആണ് അവരുടെ പ്രോഫിറ്റ്. അപ്പം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺസ് ഉണ്ട്. പാറ്റേൺസിനകത്തെന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം ഒരുമിച്ച് പാലിച്ചിട്ട് ഒരിക്കലും ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ബൈനറി ബ്രോക്കർ ഫോളോ അപ്പ് ചെയ്യത്തില്ല. അത് ഫോളോ അപ്പ് ചെയ്യില്ല എന്ന് പറയാൻ കാരണം ആ പ്രോട്ടോക്കോളുകാർ അവർ പാലിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടോക്കോൾ ബേസ് ചെയ്ത് ആൾക്കാർ ട്രേഡ് എടുക്കുന്നവർ 80-90% ആൾക്കാർ പ്രോഫിറ്റ് ആവും. ആ 80-90% പ്രോഫിറ്റ് ആകുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു ബ്രോക്കറിന് അവരുടെ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് അവർ ഈ ആൽഗോരിതം എന്ന് പറഞ്ഞ സംഭവം ചേഞ്ച് ചെയ്യുന്നത്. ആൽഗോരിതം ചേഞ്ച് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് ഓൾറെഡി അവർ നല്ല രീതിയിൽ ചേഞ്ചസ് ചെയ്യും. ഇപ്പം നോക്കിയാൽ നമ്മൾ ഈ ചാർട്ടിനകത്തൊക്കെ പല രീതിയിലുള്ള കാര്യം, കാരണം ആൽഗോരിതം ചേഞ്ചിങ്ങിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോക്കകത്ത് ഞാൻ പറയാൻ വേണ്ടി ഇരുന്നതാണ്. അതായത് ഒരു 6 months മുമ്പ് ഒരു ആൽഗോരിതം ചേഞ്ചിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു 1 month നല്ല വോൾട്ടൈൽ ആയിരുന്നു, നല്ല മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഒരു പഴയ ഒരു വാഹനം പിസ്റ്റൺ അല്ലെങ്കിൽ ഒരു എൻജിൻ പണിത് നിർത്തിയതിന് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്? കിലോമീറ്റർ സ്പീഡ് കുറച്ച്, പിന്നെ കുറച്ച് നാളത്തേക്ക് അത് സ്പീഡിൽ ഓടിക്കാതെ എന്ന് പറഞ്ഞ ഒരു എൻജിൻ പണിത ഒരു വണ്ടിയുടെ ഒരു സിസ്റ്റമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു കോമഡി ആയിട്ട് തോന്നും, ബട്ട് ഇതൊരു കോമഡി അല്ല, ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം, വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം മനസ്സിലാക്കുക. അതായത് ഈ എൻജിൻ പണിത വണ്ടിക്കകത്ത് നമ്മൾ എന്തുമാത്രം പ്രഷർ കൊടുക്കുന്നു, ആ പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന പുതിയ പാർട്സുകളായിരിക്കും തേയ്മാനങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ആൽഗോരിതം ചേഞ്ച് ആയിട്ടുള്ള ആൽഗോരിതം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതി ആൽഗോരിതം ചേഞ്ച് ചെയ്തിട്ട് അത് അൾട്ടർ ചെയ്തിട്ട്, മനസ്സിലായി? അത് അൾട്ടർ ചെയ്തതിന് ശേഷം ആ ചാർട്ടിനകത്ത് ഓരോ അസറ്റിനകത്തും ഓരോരോ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പരമാവധി മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു തരുന്നത് തമാശയായിട്ട് കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ കേട്ട് നിങ്ങൾ ലോസ് ആക്കാതെ മുമ്പോട്ട് പോകും. കാരണം ഞാൻ പറയാം, നമ്മളുടെ ട്രേഡിങ് ഇപ്പോൾ സിഗ്നലിനകത്തായാലും ലോസ് ഉണ്ടാവും. ഞാൻ പറയുന്നില്ല ഒരിക്കലും ഞാൻ പ്രോഫിറ്റബിൾ ആകുമെന്ന് ഞാൻ പറയത്തില്ല. ഒരിക്കലും പ്രോഫിറ്റബിൾ നമുക്ക് ഡെയിലി പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തില്ല. ഒരു ലോസ് ഉണ്ടാകും, അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകും. ചില ദിവസം നമുക്ക് ലോസ് ഉണ്ടാകും, ചില ദിവസം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. നമ്മളപ്പോൾ പ്രോപ്പർലി നമുക്ക് വേണ്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. മണി മാനേജ്മെൻറ്റ് ചെയ്ത് റിവെഞ്ച് ചെയ്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കുറച്ച് കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡ് ചെയ്യും. ലാസ്റ്റ് നോക്കുമ്പോൾ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് മാത്രം ഇങ്ങനെ ഒത്തിരി കൗണ്ട്സ് കാണും, പക്ഷേ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൗണ്ട്സ് കാണത്തില്ല. അപ്പോൾ നിങ്ങളത് മാക്സിമം മനസ്സിലാക്കുക. അതായത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ടെലിഗ്രാമിനകത്ത് നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോകുന്നുണ്ട്, ഞാൻ വിടുന്നില്ല. അതായത് ഒരു 1 month കൂടെ ഇതിനകത്ത് കുറച്ച് ആൾട്ടർനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ കുറച്ച് പല പല കാര്യങ്ങളിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ആ വ്യത്യാസങ്ങൾക്കിടയിലും ഇതിപ്പോൾ നോക്കിയ ഒരു ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയും, നമുക്ക് ഒരു ചെറിയൊരു കോമ്പൗണ്ടിങ് സെക്ഷൻ ചെയ്ത് നോക്കാമെന്ന് ഞാനൊരു ആഗ്രഹത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനൊരു കോമ്പൗണ്ടിങ് സെക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ക്യാപിറ്റൽ നോക്കിയാൽ ഞാൻ പ്രോഫിറ്റ് ഒന്നും എടുത്തിട്ടില്ല. നോക്കട്ടെ, ജസ്റ്റ് നോക്കട്ടെ. $44. ഇത് വേറൊരു അക്കൗണ്ടാണ്. ഓക്കെ, നോക്കട്ടെ.
നമ്മൾ അതിനകത്ത് കോമ്പൗണ്ടിങ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മളപ്പം. എൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഫ്ലാഗ് പാറ്റേൺ എന്ത് കണ്ടെന്ന് നോക്കിയേ. അതായത് ഒരു കൺസോൾട്ടേഷൻ ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇത് 2 ഗ്രീൻ ക്യാൻഡിൽ, 2 റെഡ് ക്യാൻഡിൽ, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇതൊരു 80-90% റെഡ് ക്യാൻഡിൽ ആകണം. ഓക്കെ, അഥവാ ഇത് റെഡ് ക്യാൻഡിൽ ആകുകയാണ്, ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മളുടെ ടാർഗറ്റ് ഉണ്ട്, നമ്മൾ ഇത് കണ്ടത് ഈ ഒരു ടാർഗറ്റാണ്, ഈ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടെന്നുണ്ടോ 480. ഈ 480 എന്ന് പറയുന്ന പ്രൈസ് ആക്ഷൻ ആണ് നമ്മുടെ. ഇവിടെ നോക്കിയേ, ബ്രേക്ക് ചെയ്തു, വീണ്ടും നോക്കി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു, അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് റീട്രേസ് ചെയ്തു. അതായത് ഒരു ഫ്ലാഗ് പോലെ വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് തന്നെ വീണ്ടും നമ്മൾ താഴത്തേക്ക് തന്നെ ഡൗണിലേക്ക് തന്നെ ട്രേഡ് ചെയ്യും. ഞാൻ ഇവിടുന്ന് തന്നെ ഷിറ്റ് പ്ലേസിങ് മാറിപ്പോയി. എൻ്റെ പ്രഡിക്ഷൻ ഓക്കെയാണ്, ബട്ട് എൻ്റെ പ്ലേസിങ് മാറിപ്പോയി. സാരമില്ല, ഞാൻ 2 ട്രേഡ് പ്ലേസ് ചെയ്ത് 1000 പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് കയറുവാണെങ്കിൽ ഞാൻ വീണ്ടും പ്ലേസ് ചെയ്ത് ഞാൻ പ്ലേസ് ചെയ്ത് ഞാൻ പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ 2 ഉദാഹരണങ്ങളാണ്. എനിക്ക് ഈ ഒരു 3 ട്രേഡ് കിട്ടിച്ചാൽ മതി. ഇത്രയും ട്രേഡ് എനിക്ക് കിട്ടിച്ചാൽ മതി. ഇത്രയും ട്രേഡ്, ഈ ഒരു റേഞ്ചിലുള്ള ട്രേഡ്, ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ അസെൻഡിങ് ഏരിയ, ഇവിടെ ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ക്യാൻഡിലാണ്. ഇതിന്റെ ഒരു ഏരിയ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതി, ഇവിടെ നമ്മുടെ പ്രഡിക്ഷൻ 100% വർക്കാവും. ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തതാണ്. ബട്ട് എനിക്ക് ഇതാണ് മാർക്കറ്റിന്റെ, അതാണ് ഞാൻ പറയാൻ കാരണം, പുതിയ ആൽഗരിതം. ഇത് വെച്ചാൽ ഒരു ട്രാപ്പിംഗ് ആണ്. ഇത് ട്രാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പുതിയ ആൾക്കാർ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ നേരത്ത് അപ്പിലേക്ക്, ഡൗണിലേക്ക് അവർ വെച്ച് ചാമ്പി കൊടുക്കും. ട്രേഡ് പ്ലേസ് ചെയ്ത എൻ്റെ ടാർഗറ്റ് ഞാനത് വെരി ഗുഡ്. ഇതാണ് നമ്മളുടെ ട്രേഡിംഗ് സ്പിരിറ്റ്. ഓക്കെ, ഓണാക്കിയേ. അവർ ചെയ്ത വർക്ക് അവർ ചെയ്തു, ഞാൻ എൻ്റെ വർക്ക് ഞാൻ ചെയ്തു. എൻ്റെ പ്രഡിക്ഷൻ എന്താണ് സംഭവം, ഇവിടെ ഒരു ഹാമർ ക്യാൻഡിലാണ്. ഇവിടുന്ന് മാർക്കറ്റ് PPR എന്ന് പറയും, പെൻഡിങ് പാർട്ടി റിക്കവറി. ഈ പെൻഡിങ് പാർട്ടി റിക്കവർ ചെയ്തിട്ട് ഇവിടെയാണ് ഇതിൻ്റെ ക്ലോസിങ് വരേണ്ടത്. അതായത് ഹൈലി ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്ത ഒരു ക്യാൻഡിലാണ്. അതായത് ഡൗൺ സെല്ലിങ്, നല്ല രീതിയിൽ സെല്ലിങ് ഓർഡേഴ്സ് വന്നതിന് ശേഷം അത് വീണ്ടും ഒരു ഇൻവെർട്ടർ ഹാമറായി. ഹാമർ ആയതിനു ശേഷം നോക്കിയാൽ അവിടെ വീണ്ടും ഒരു സ്പിന്നിങ് ടോപ്പ് പോലെ ഒരു ക്യാൻഡിലായി. പക്ഷേ ലിക്വിഡിറ്റി എവിടെയാണ്? ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഫില്ലപ്പ് ചെയ്തതിൻ്റെ അസെൻഡിങ് ഏരിയയിലാണ്. അസെൻഡിങ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ഏരിയയുടെ മുകൾ ഭാഗം, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയയാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഡേറ്റ് റേഞ്ച് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ ലിക്വിഡിറ്റി ഏരിയ ആണ് ഇതിൻ്റെ ഈ ടോപ്പും ഇതും ബോട്ടവും. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, പ്രീവിയസ് എവിടെയാണ് വന്നേക്കുന്നത്? പ്രീവിയസ് ഞാൻ കാണിച്ചു തരാം. പ്രീവിയസ് നമ്മളുടെ കൺഫർമേഷൻ എവിടെയായിരുന്നു? ഇതായിരുന്നു. ഞാനത് കളർ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, മനസ്സിലാക്കുക, അറിവുള്ളവൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അതായത് ടൈം പാസ് ആയിട്ട് എടുക്കാതിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞത് ലിക്വിഡിറ്റി ഏരിയ. മനസ്സിലായോ? ഈ ലിക്വിഡിറ്റി ഏരിയയിലാണ് ആദ്യം മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും അപ്പിലേക്ക് പോയി നമ്മളപ്പോൾ വീണ്ടും ട്രേഡ് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ട്രെൻഡ് ചേഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഇതിൻ്റെ ട്രെൻഡ് ചേഞ്ചിങ് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇനിയും ട്രേഡ് എടുക്കും. നമ്മളുടെ ഒരു ടാർഗറ്റ് ഉണ്ട്. നമ്മൾ 9000 സംതിങ് തുടങ്ങി ഇപ്പോൾ നമ്മുടെ ടാർഗറ്റിലോട്ട് നമ്മൾ വൈക്കം ചെയ്യുക. ഓക്കെ, ഇത് കണ്ടോ, ഇതിൻ്റെ ഹാഫ് റേഞ്ച്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ആക്ച്വലി ഇറക്കിയിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഹാഫ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇതായിരിക്കും വരിക. ഓക്കെ, ഇതിനെ നമ്മൾക്ക് അതായത് നമുക്കൊരു 2 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാം. അതായത് ഈ ലോയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹൈ ഫോം ആയിട്ടുണ്ട്. നമ്മളത് 5 മിനിറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റിലോട്ട് മാറ്റുമ്പോഴേക്കും നോക്കിയാണ്ടോ, ഇവിടെ ഒരു ലോയും ഹൈ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കതൊരു പാറ്റേൺ രീതിയിലാണ്. പക്ഷേ പ്രഷർ കൗണ്ട് ഡൗൺ ശേഷം നോക്കിയേ, ഇവിടുന്ന് സെൻറ്ററിൽ നിന്നാണ് വീണ്ടും മാർക്കറ്റ് റീട്രേസ്മെന്റ് ചെയ്തേക്കുന്നത്. അത് ഒരു റീസണാണ്, നല്ലൊരു റീസൺ അല്ല, ബൈനറിക്കകത്തൊരു റീസൺ അല്ല. ഓക്കെ, നമുക്കത് 1 മിനിറ്റിലേക്ക് മാറ്റാം. നമുക്ക് നോക്കാം. നമ്മളുടെ ടാർഗറ്റ് നമുക്ക് ക്യാഷ് പണം ഉണ്ടാക്കുക, അതും റൂൾസ് പ്രകാരം, റൂളിൽ കൂടെ നമുക്ക് ടാർഗറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇതാണ് മാർക്കറ്റിൻ്റെ ആ ഒരു രീതി. ഇത് വേണ്ട, നമ്മളിത് ഡിലീറ്റ് ചെയ്യാൻ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത നെക്സ്റ്റ് ഈ ചാർട്ട് വേണ്ട, കാരണം നമ്മൾ ഇതിനകത്ത് നിന്ന് ഓൾറെഡി പ്രോഫിറ്റ് എടുത്തു. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക്
USD, GP, USD. അതായത് ഇനി നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം പെർസെൻറ്റേജ് കുറഞ്ഞ എന്താ പറയുക അസറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം പെർസെൻറ്റേജ് കുറഞ്ഞ അസറ്റ്സ് ആണ് എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഉള്ളത്. ഇതുണ്ട്, ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാണ്. ഇതെല്ലാം പ്രഡിക്ഷനാണ്, ഇതെല്ലാം നമ്മൾ എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, റിയൽ ലൈവിൽ കൂടെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൂടെ ചെയ്യുന്നത്. ഒരു എഡിറ്റിങ്ങും മറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇതാണ് ഇതിൻ്റെ ടാർഗറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ടാർഗറ്റ്. ഇതിൻ്റെ മേജർ വേവ് നിങ്ങൾ നോക്കിയേ, സംഭവം ഹൈ ലോ ഹൈ ലോ ഹൈ ലോ, ഇതെല്ലാം നമ്മുടെ ഒരു ഏരിയ. ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന ഈ ഏരിയയുടെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടു, ഈ ഏരിയയെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തില്ല എങ്കിൽ ഞാൻ അപ്പിലേക്ക് ട്രേഡ് എടുക്കും. ഞാൻ അപ്പിലേക്ക് ട്രേഡ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ 2 ട്രേഡ് അപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഞാനിത് അപ്പിലേക്ക് ട്രേഡ് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏരിയ. ഞാൻ ഓക്കെ ഡേറ്റ് റേഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് എങ്ങോട്ടും പോയിക്കോട്ടെ, അതൊക്കെ ചാടിക്കളിക്കുക, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡസന്റ് മാറ്റർ. ഓക്കെ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിൽ, ഓക്കെ, നമ്മൾ ഈ റെഡ് ക്യാൻഡിലിന്റെയും ഗ്രീൻ ക്യാൻഡിന്റെയും ഓപ്പണിങ് സെയിം ഏരിയ ആണ്. ഞാൻ ഇവിടെ താഴെ ഞാൻ വരച്ചിരുന്നത്, ഈ താഴെ ഞാൻ മാർക്ക് ചെയ്തിരുന്നത് എനിക്കറിയാം ഇവിടെ ഒരു ലെവൽ ഉണ്ട്. ആക്ച്വലി ഡൗണിൽ എനിക്കൊരു ലെവലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഡൗണിലേക്ക് ഞാൻ ട്രേഡ് എടുക്കത്തില്ല, ഞാൻ അപ്പിലേക്ക് തന്നെ ട്രേഡ് എടുക്കും. ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്തു ഞാൻ വീണ്ടും ഒരു 4 ട്രേഡും കൂടെ മുകളിലേക്ക് എടുക്കും. 4-5 ട്രേഡ് തന്നെ അപ്പിലേക്ക് തന്നെ എടുക്കും. അപ്പൊ നോക്കാം എന്താ സംഭവിക്കാന്ന്. ഓക്കെ, ഞാൻ നേരത്തെ എന്റെ കിടന്ന ക്യാപിറ്റൽ സെയിം ക്യാപിറ്റലിന്റെ ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 9,000 സമയം ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ലോസ് ആയാലും എനിക്കൊന്നുമില്ല, പക്ഷെ ലോസ് ആവരുത്, ലോസ് ആകാൻ പാടില്ല. ആക്ച്വലി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതൊരു ലെവലാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊരു ലെവലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എൻ്റെ ഈ മൗസ് ഇരിക്കുന്ന ഏരിയ ഇതൊരു ലെവലാണ്. അതിൻ്റെ അടുത്ത് ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ക്യാൻഡിലാണ്. അത് മാത്രമല്ല അതിന്റെ വിക്ക് വന്നിട്ട് മുകളിലേക്കാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിക്ക് വന്നിട്ട് മുകളിലേക്കാണ്. 80% വിക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഉള്ള ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അത് അപ്പിലേക്ക് തന്നെ പോകാനാണ് ചാൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്മാറത്തില്ല. ഞാൻ എൻ്റെ ക്യാപിറ്റൽ വീണ്ടും ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, അതെനിക്കത് റീഫണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇല്ല റീഫണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. 13 സെയിം ആടാ. അതാണ് ചെറിയൊരു, ഞാൻ ഇത്തിരി മാർജിൻ അനുസരിച്ച് നോക്കിയിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷ ജയിക്കാത്തതുണ്ട്. നോക്കട്ടെ, 15ാം നമ്പറിലെത്തി അല്ലേ ഞാൻ. 3674 15ാം നമ്പറിൽ പ്രോഗ്രസ് ടെറർ 15ാം നമ്പറിലെത്തി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് ചെറിയ സൗണ്ട് ഡിസ്റ്റർബ് ഉണ്ട്, ക്ഷമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രേഡിങ്ങിനകത്ത് നമുക്ക് ലോസും ഉണ്ടാവും പ്രോഫിറ്റും ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോകൾ കാണുക. അപ്പം എൻ്റെ വീഡിയോ തന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഐഡിയ കിട്ടും. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇത് ചെയ്തോ, ഞാൻ കോമ്പൗണ്ടിങ് ചെയ്യാൻ പോകും. നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ വീണ്ടും ഈ ഒരു ഏരിയ മാർക്കറ്റ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്, ഗ്യാപ് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാം, ഈ ലെവലിൽ ഞാൻ ഈ ഡൗൺ താഴെ ഈ ഡിസെൻഡിങ് ഏരിയയിൽ ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇട്ടുണ്ട്. ഇതേ തിരിച്ചു വന്ന് ഈ ഗ്രീൻ ക്യാൻഡിൽ ടച്ച് ചെയ്താൽ ഞാൻ അപ്പിലേക്ക് വീണ്ടും ട്രേഡ് എടുക്കും. അതായത് 35 സെക്കൻഡ്സ് ബാലൻസ് ഉള്ളപ്പോൾ, 30 to 35 സെക്കൻഡ്സ് ബാലൻസ് ഉള്ളപ്പോൾ. ഓക്കെ, അതിന്റെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു റീസൺ ഉണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണ്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് ഒട്ടും ചലിച്ചിട്ടില്ല. അത് ഈ ഏരിയ ടച്ച് ചെയ്യേണ്ടതാണ് മാർക്കറ്റ്. ഓക്കെ, ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ബേസിനകത്ത് ഇവിടെ ഒരു റീട്രേസ്മെന്റ് ഉണ്ട്. ഇത് 100% നെക്സ്റ്റ് ക്യാൻഡിൽ 100% ഡൗണിലേക്ക് പോകും. ഞാനത് കാരണം $1000 ഇൻവെസ്റ്റ് ചെയ്യാണ്. ഗ്യാപ് ഡൗൺ. ഓക്കെ, അത് കുറച്ചുകൂടെ മുകളിലോട്ട് കയറട്ടെ.
എനിക്കൊരു ശകലം മാർജിൻ ആൻഡ് സേഫ്റ്റിയുടെ ആവശ്യമുണ്ട്. സോ അത് കാരണമാണ് ഞാൻ അത് അപ്ലൈ ചെയ്തത്. ഓക്കെ, ഞാൻ $2000 മിനിമം ഉള്ള രീതിയിൽ, ബാലൻസ് ഉള്ള രീതിയിൽ ഞാൻ കോമ്പൗണ്ടിങ് ചെയ്തേക്കാണ്. എനിക്ക് എൻ്റെ നോളജിൽ എനിക്ക് ഈ ക്യാൻഡിൽ ഇവിടെ വരണം. അതായത് എൻ്റെ നോളജ് പ്രകാരം ഞാൻ ഈ ചെയ്തേക്കുന്ന അതായത് ഞാൻ ക്യാൻഡിലിന്റെ കളർ ചേഞ്ച് ചെയ്യാണ്. ഞാൻ ആ ക്യാൻഡിലിന്റെ കളർ ഞാൻ യെല്ലോ ആക്കിയിട്ടുണ്ട്. ഈ കളർ ക്യാൻഡിലിന്റെ അടുത്ത് ഈ റെഡ് ക്യാൻഡിൽ വരണം പ്രോപ്പർ റൂൾസിൽ. എന്നാലേ അവിടെ ഒരു ബിസിനസ് ട്രേഡ് നടക്കത്തുള്ളൂ. ആ ഒരു ബിസിനസ് ട്രേഡ് ആണ്. കാരണം ഒരു 80 to 90% ബിസിനസ് ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ്സും നടക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഒരിക്കലും ഇത് പിന്നാന്ന് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ അത് വോൾട്ടേൽ എന്ന് പറഞ്ഞാൽ ഈവൻ 2 seconds ഉണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മളെ ജമ്പ് ചെയ്യും. ഞാൻ മാർക്ക് ചെയ്തുണ്ട്, നിങ്ങളുടെ മുമ്പ് വെച്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. യെല്ലോ ക്യാൻഡിൽ നമ്മൾ വിന്നായി. ഓക്കെ, ഇതാണ് 9,000 നമ്മൾ 22,962 ഇത്രയും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇപ്പൊ ഞാൻ എത്ര ഉള്ളത് നോക്കട്ടെ. ഇപ്പൊ ഞാൻ എത്രാമത്തെ പൊസിഷനാണ് നോക്കട്ടെ. അത് അപ്ഡേറ്റ് ആകത്തില്ല, ചിലപ്പോൾ ഫേക്ക് അപ്ഡേറ്റ് വരാറുണ്ട്. 3ാം സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 13,000 സംതിങ് 3ാം സ്ഥാനത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി. $13,464. ഓക്കെ, ഇത്രയും തന്നെ ധാരാളം. ഇത്രയും പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കാറുള്ളൂ. ഇനി നമുക്ക് പ്രോഫിറ്റ് വേണ്ട. ഓക്കെ, അപ്പൊ നമ്മളുടെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയാനാ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മളുടെ ടെലിഗ്രാം സിഗ്നൽ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ VIP-ക്കകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന, ഒരിക്കലും നിങ്ങൾ ഫുൾ നമ്മൾ പ്രോഫിറ്റബിൾ ട്രേഡ് തരാൻ പറ്റത്തില്ല. ചിലപ്പോൾ 4 ചെയ്താൽ 3 പ്രോഫിറ്റ് ആവും. പക്ഷെ പ്രോഫിറ്റ് ലോസിലാണെങ്കിലും ഞാൻ പ്രോഫിറ്റ് ആക്കി തരും. അതായത് മോർണിംഗിൽ ലോസ് ആയി കഴിഞ്ഞാൽ ഞാനത് ആഫ്റ്റർനൂണിൽ ഞാൻ പ്രോഫിറ്റ് ആക്കി തരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ മണി മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. നിങ്ങളുടെ ക്യാപിറ്റലിന്റെ മെയിൻ ഘടകമാണ്. ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ട്രേഡ് പോലും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്ക് ക്യാപിറ്റലും അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു വിശ്വാസം, എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അക്യുറസി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് സെക്കൻഡ് ടൈം ഞാൻ 1000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഞാൻ ട്രേഡ് എടുത്തതും ഈ ട്രേഡ് നമ്മൾ വിന്നായതും. ഓക്കെ, അപ്പം നിങ്ങൾ ട്രേഡിങ്ങിനെ വെറും ഒരു എന്താ പറയുക, ഒരു ഗാംബ്ലിംഗ് ആയിട്ട് കാണാതിരിക്കുക. നോളജ് ബേസിൽ പഠിച്ചതിന് ശേഷം ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ഇതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ബൈ. ഓക്കെ.